ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മാർച്ച് മാസ ഫലം. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഏഴരശനി അത് ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഏഴരശനി എന്ന് പറയുമ്പോൾ തന്നെ പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള കാലമാണ്. കൂടുതൽ ആപത്തുകളിൽ ചെന്ന് ചാടാതെ വളരെ ശ്രദ്ധയും ജപധ്യാനാദികളും അതുപോലെ തന്നെ ദേഷ്യപ്പെടാതെ ഇരിക്കുക, കഴിവതും പ്രശ്നങ്ങൾ പലതും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് മനസ്സാന്നിധ്യം കൈവടിയാതെ ശ്രദ്ധിക്കണം. ഇത് ഗോചരാലാണ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അതുപോലെ തന്നെ നേരിട്ട് വരികയും ഒക്കെ ചെയ്യുവാൻ അവസരമുണ്ട്. ഗ്രഹനില നോക്കി നല്ല സമയമാണോ അല്ലെങ്കിൽ ഇപ്പോൾ ദോഷ സമയമാണോ, അതിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചില വഴിപാടുകളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ പുരോഗതി പ്രാപിക്കുന്നതുമാണ്. മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം രാശിയുടെ അധിപനും തൊഴിൽ സ്ഥാനാധിപനുമാണ്. അത് സുഖസ്ഥാനത്ത് നിൽക്കും. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഭദ്രമായിരിക്കും. അതായത് പലവിധ പ്രശ്നങ്ങളും മനസ്സിനെ അലട്ടുന്ന സന്ദർഭമാണ് എങ്കിൽ പോലും മറ്റ് ചില കാര്യങ്ങൾക്ക് ഭദ്രമായിരിക്കും. പ്രധാനമായിട്ട് തൊഴിൽ കാര്യങ്ങളിൽ ഒരു ഭദ്രത കൈവരിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ആ തൊഴിൽ സ്ഥാനത്തേക്കുള്ളതിനാലും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ധനസ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ നല്ലതാണ്. വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ യോഗമുണ്ട്. വിദേശ ധനം എന്ന് പറയുമ്പോൾ എല്ലാവരും വിദേശത്ത് പോകുന്നവരോ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവരോ അല്ല. പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം അത് ശരിയാകുമോ എന്ന് ചോദിക്കാം. വിദേശത്തു നിന്ന് ധനം എങ്ങനെ നേടാൻ സാധിക്കും? അവർക്ക് മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒക്കെ ധനം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഒരു സഹായം ലഭിക്കുക. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരുപക്ഷേ ഈ നക്ഷത്രക്കാരെ ഒന്ന് സഹായിക്കാൻ വരിക എന്നുള്ളത് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ചൊവ്വയെ കൊണ്ട് സൂചകമാണ്. അധിക സാഹസികമായ കാര്യങ്ങൾ പാടില്ല. മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യമൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് സാഹസികമായ ജോലികളൊക്കെ ധാരാളം ചെയ്യേണ്ട അവസ്ഥയുള്ള തൊഴിൽ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. പൊക്കത്തിൽ കയറുക, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുക, മിലിറ്ററി ജോലിക്കാർ, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, മറ്റ് മിഷനറികളിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. വാഹനം സാഹസികമായിട്ട് കൈകാര്യം ചെയ്യുവാൻ പാടില്ല. അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതായത് ഈ നക്ഷത്രക്കാര് നേതൃത്വം കൊടുത്ത് നടക്കുന്ന കാര്യങ്ങൾ വിജയിക്കുവാനുള്ള ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും സ്വന്തമായ സ്വയം ഒരു കൃത അനർത്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അലസത വന്നുപെട്ട്, അലസത വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അവരവരോട് ചോദിച്ചാൽ പറയും, ഞാൻ എന്താ ജോലി ചെയ്യാഞ്ഞിട്ടാണോ, എനിക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തയെ ഏറ്റെടുത്ത ജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ ദിനചര്യ കൃത്യനിഷ്ഠ പാലിക്കുകയും സമയാസമയങ്ങളിൽ ജോലി ചെയ്യുകയും വേണം. പഠിക്കുന്ന പിള്ളേരായാലും തൊഴിൽ ചെയ്യുന്നവർ, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരായാലും കീഴ് ജീവനക്കാരായാലും മേലധികാരികളായാലും ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകണം. ഏൽപ്പിച്ച ജോലികൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യേണ്ടി വന്നേക്കാം. അതായത് അധ്വാനത്തിനനുസരിച്ച് ചിലപ്പോൾ വേതനം ലഭിച്ചില്ല എന്നൊക്കെ സ്വയം തോന്നുന്ന ഒരു അവസരമാണ്. എല്ലാവർക്കും അത്ര പൂർണ്ണ തൃപ്തിയായ ഒരു വേതനമൊന്നും കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങൾ കടന്നു
കൂടി പോകണമെങ്കിൽ കഷ്ടതകളും ഒക്കെ മറ്റുള്ളവരുടെ കൂടി സൗകര്യം നോക്കണം. അങ്ങനെ ജോലി ചെയ്യേണ്ടി വരും. അത് അനിവാര്യമായ ഒരു ഘടകമാണ്. അത് കൃത്യനിഷ്ഠ പാലിക്കുകയും വേണം. അവരവരുടെ ജോലി ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അതായത് മേലധികാരികളായിട്ടിരിക്കുന്നവരായാലും മറ്റുള്ളവരെ വീട്ടിലെ കാര്യങ്ങളായാലും സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലായാലും കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത്, അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾ മറ്റ് ജോലിക്കാരെ ഏൽപ്പിക്കുകയോ സഹപ്രവർത്തകരെയോ സുഹൃത്തുക്കളെയൊക്കെ ഏൽപ്പിച്ചാൽ അത് നടപടി ഉണ്ടായെന്ന് വരികയില്ല. അപ്പോഴും ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ വന്നു ചേർന്ന് കൂപ്പുകുത്തി പോകുന്നത് അങ്ങനെയാണ്. ശനി ബാധിക്കും. ശനി ബാധിച്ചു കഴിയുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റ് സഹായിക്കാം, ഉയർത്തിത്തരാം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കൂടെ കൂടും. അവരെ കണ്ണുമടച്ച് വിശ്വസിക്കും. അത് വലിയ നാശങ്ങളിലും നഷ്ടങ്ങളിലുമൊക്കെ വന്നു പെട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഒരു വാഹനം വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ബലം വന്നിരിക്കുന്നു. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഈ മാർച്ച് മാസത്തിൽ. അത് സുഖസ്ഥാനത്ത് ഉച്ചം ചെയ്യുന്ന നക്ഷത്രമായ പുണർന്ന നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവാധീനം നല്ലതുപോലെ ഉള്ള കാലമാണ് ഈ മീനം രാശിക്കാർക്ക്. ഗൃഹം പുതുക്കി പണിയുന്നതിനൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായിരിക്കും. കലാകാരന്മാരായിരിക്കുന്നവരും കലാരംഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇത് ഒരു അവസരമാണ്. അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിന്നാൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരും. അത് വളരെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മറ്റ് ഗ്രഹങ്ങൾ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, മെഡിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ, മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ ഈ മാർച്ച് മാസം പൊതുവെ അഭിവൃദ്ധികൾ ഉണ്ടാകേണ്ട ഒരു മാസമാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ തരാം, അല്ലെങ്കിൽ ഒരു ചിട്ടി കൂട്, അത് അടിച്ചു കഴിയുമ്പോൾ ആ സാമ്പത്തികം കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുവാൻ പറ്റും, അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സൽക്കർമ്മങ്ങൾക്ക് പങ്കാളികളാകുവാനും ഒക്കെ യോഗമുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുക, അത് വളരെ ഉത്തമമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ യോഗമുള്ള സമയം. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദോഷങ്ങളൊക്കെ മാറുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.